അതേപോലെ ക്ലീൻ ക്രിമിനൽ ചീറ്റ് ഉള്ള ആൾക്ക് മാത്രമേ യു കെയിൽ ഇനി നിലവിൽ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അവർക്ക് ILR ലഭിക്കുകയുള്ളൂ എന്നുണ്ട്. അതായത് എന്തെങ്കിലും രീതിയിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യു കെ സ്വപ്നം മറന്നേക്കുക, യു കെയിൽ ILR ലഭിക്കില്ല. യു കെയിൽ ഇനി സാധാ വിസ പോലും ലഭിക്കാൻ സാധ്യത കുറവാണ്. 2021 2024 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ കുറഞ്ഞ വൈഗദ്ധ്യമുള്ള കുറഞ്ഞ സാലറി സ്കെയിലുള്ള ഒരുപാട് പേര് യു കെയിൽ എത്തിയിട്ടുണ്ടെന്നും ഇത് യു കെയിലെ സാമ്പത്തിക സാമൂഹിക ഘടനയിലും യു കെയിലെ മൊത്തത്തിലും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളൂ അവർ പറയുകയുണ്ടായി. ഏതാണ്ട് 10 ബില്യൺ പൗണ്ടിൻ്റെ അധിക ചെലവാണ് യു കെക്ക് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. NHSനും ആരോഗ്യ മേഖലയ്ക്കൊക്കെ കനത്ത നഷ്ടം തന്നെയാണ് യു കെക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങൾ നിലവിൽ വരാൻ വേണ്ടി പോകുന്നതെന്നും അവർ പറഞ്ഞു. അതേപോലെ അഭയാർത്ഥി നിയമങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു പറയുന്നുണ്ട്. അതായത് കടൽ കടന്ന് വരുന്ന യു കെയിലേക്ക് കഴിഞ്ഞ പല വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യു കെയിൽ ഈ പറഞ്ഞ പോലെ ബോട്ട് പല ചാനൽ വഴിയൊക്കെ ബോട്ട് മുഖേനയൊക്കെ കള്ളത്തരത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് മൂലമാണ് യു കെയിൽ അനധികൃതമായ കുടിയേറ്റങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ യു കെയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ കടുത്ത നടപടികളാണ് യു കെ ഗവൺമെൻറ് എടുക്കാൻ ആലോചിക്കുന്നത്. ഈ പുതിയ നിയമങ്ങളിൽ ആ അപ്ഡേറ്റും ഉണ്ടായിരിക്കും എന്നും അവർ പറയുകയുണ്ട്.